നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിലടക്കം നമുക്കറിയാം വയനാട്ടിലുണ്ടായിട്ടുള്ള ഉരുൾപൊട്ടലാണ് കേരളത്തിലടക്കം ദേശീയ തലത്തിലടക്കം വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. ഇന്നും വയനാട്ടിലും കോഴിക്കോട്, പാലക്കാട് തുടങ്ങിയുള്ള ജില്ലകളിലെല്ലാം തന്നെ ചെറിയ ഭൂചലനം അനുഭവപ്പെട്ടു. നാട്ടുകാരെല്ലാം ഭയന്ന് റോഡിലേക്ക് ഇറങ്ങി വീട്ടിലേക്ക് കയറാതെ നിൽക്കുന്നതുമെല്ലാമായിരുന്നു രാവിലെ മുതൽ ഇപ്പോഴും വാർത്തകളടക്കം ചർച്ചയാകുന്നത്. എന്നാൽ അത് ഭയപ്പെടേണ്ട കാര്യമില്ലെന്നും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അധികൃതർ അറിയിച്ചിട്ടുണ്ട്. വയനാട്ടിൽ എവിടെയും ഭൂകമ്പം ഉണ്ടായിട്ടില്ലെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് നാഷണൽ സെന്റർ ഫോർ സിസ്മോളജി ഡയറക്ടർ OP മിശ്ര പറഞ്ഞിരിക്കുന്നത്. വയനാട്ടിൽ ഭൂമി പാളികളുടെ നീക്കമാണ് ഉണ്ടായതെന്നും ഇതുമൂലമായിരിക്കാം പ്രകമ്പനം അനുഭവപ്പെട്ടതെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. സാധാരണഗതിയിൽ ഉരുൾപൊട്ടലിന് ശേഷം ഇത്തരം നീക്കങ്ങൾ ഉണ്ടാകാറുണ്ട്. അതിലുണ്ടായ ശബ്ദമാണ് കേട്ടത്. കേരളത്തിൽ സ്ഥാപിച്ചിട്ടുള്ള ഒരു ഭൂകമ്പ മാപിനിയിലും കേരളത്തിലോ വയനാട്ടിലോ ഭൂചലനം രേഖപ്പെടുത്തിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. വയനാട്ടിൽ അടക്കം ഭൂകമ്പം ഉണ്ടായതുകൊണ്ട് തന്നെ കേരളത്തിലും ഇപ്പോൾ കൂടുതലും ചർച്ചാ വിഷയം ഈ ഒരു ഉരുൾപൊട്ടലും അതുപോലെ തന്നെ ഭൂകമ്പവും ഇതുപോലെ ഉണ്ടാകുന്ന പ്രകമ്പനവും മറ്റുമാണ്. ഏതായാലും ഇപ്പോൾ ഉണ്ടായി എന്ന് പറയുന്ന ഈ ഒരു ചെറിയൊരു ചലനം ഭയപ്പെടേണ്ടതില്ല എന്നാണ് ബന്ധപ്പെട്ട അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഇതാണ് ലോകവ്യാപകമായി ഏറെ ശ്രദ്ധ നേടുന്ന ഒരു ചർച്ചാ വിഷയം. ജപ്പാനിലും 7.1 തീവ്രതയിൽ ഭൂകമ്പം ഉണ്ടാവുകയും 8 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത വാർത്ത കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. രാജ്യത്ത് സുനാമി മുന്നറിയിപ്പും അധികൃതർ നൽകി. ജപ്പാനിലെ ഭൂകമ്പ വാർത്തയ്ക്കൊപ്പം ഉയർന്ന പദമാണ് മെഗാ ക്വക്ക്. എന്താണ് മെഗാ ക്വക്ക് എന്ന് പരിശോധിക്കാം. അതിഭീകരമായ വിനാശം വരുത്താൻ ശേഷിയുള്ള ഭൂചലനത്തെയാണ് മെഗാ ക്വക്ക് എന്ന് വിശേഷിപ്പിക്കുന്നത്. വളരെ അപൂർവമായി മാത്രമാണ് ഇത് റിപ്പോർട്ട് ചെയ്യപ്പെടാറുള്ളത്. റിക്ടർ സ്കെയിലിൽ 8ഓ അതിലധികമോ രേഖപ്പെടുത്തുമ്പോഴാണ് മെഗാ ക്വക്ക് ഉണ്ടാകുന്നതെന്നും ഈ സാഹചര്യത്തിൽ സുനാമിക്കുള്ള സാധ്യതയുണ്ടെന്നും ഗവേഷകർ പറയുന്നു. മെഗാ ത്രസ്റ്റ് ഭൂചലനമെന്നും ഇതിനെ വിശേഷിപ്പിക്കുന്നു. ചിലിയിൽ 1960 മെയ് 22-നുണ്ടായ മെഗാ ക്വക്കിൽ 9.5 തീവ്രതയിലാണ് ഭൂചലനം ഉണ്ടായത്. അപൂർവമായി മാത്രമേ മെഗാ ക്വക്ക് സംഭവിക്കാറുള്ളൂ. 100 മുതൽ 150 വർഷത്തെ ഇടവേളകളിലാണ് പൊതുവെ ഇത് രേഖപ്പെടുത്തുക. വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളും ജീവഹാനികളും രേഖപ്പെടുത്താൻ ഇടയാക്കുന്ന മെഗാ ക്വക്ക് 2011-ൽ ജപ്പാനിൽ സംഭവിച്ചിരുന്നു. ജപ്പാനിലെ പ്രധാന ദ്വീപുകളിലൊന്നായ ഹൊൻഷുവിൽ സുനാമി ഉണ്ടാകുന്നതിനും ഇത് കാരണമായി. ഏറ്റവും അധികം ഭൂചലനങ്ങൾ രേഖപ്പെടുത്തുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ജപ്പാൻ. രാജ്യത്ത് 2011-ലുണ്ടായ മെഗാ ക്വക്കിൽ 15,000-ഓളം ആളുകളാണ് മരിച്ചിരുന്നത്. ഏതായാലും ഇപ്പോൾ ഇതും വലിയ രീതിയിൽ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. അതേസമയം കേരളത്തിൽ എവിടെയും ഭൂകമ്പം ഉണ്ടായിട്ടില്ലെന്ന് നാഷണൽ സിസ്മോളജി സെന്റർ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചതാണ് ഇപ്പോൾ തൽക്കാലത്തേക്ക് ആശ്വാസമായിരിക്കുന്നത്. വയനാട്ടിലോ മറ്റു ജില്ലകളിലോ ഉണ്ടായെന്ന് പറയപ്പെടുന്ന പ്രകമ്പനം ഉരുൾപൊട്ടലിന് ശേഷമുണ്ടാകുന്ന ഭൂമി പാളികളുടെ നീക്കമാണെന്നും സെന്റർ അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഭൂമി പാളികളുടെ നീക്കത്തിനിടയിൽ കുലുക്കവും ശബ്ദവും ഉണ്ടാകുമെന്നും ഇത് സ്വാഭാവികമാണെന്നാണ് അധികൃതർ വിശദീകരിക്കുന്നത്. കേരളത്തിൽ സ്ഥാപിച്ച ഭൂകമ്പ മാപിനിയിൽ എവിടെയും ഭൂചലനം ഇന്ന് രേഖപ്പെടുത്തിയിട്ടില്ല. 24 മണിക്കൂറും കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും അധികൃതർ അറിയിച്ചു. അതേസമയം വയനാട്ടിലെ ഉരുൾപൊട്ടൽ മേഖലയിൽ ഉൾപ്പെടെ ജിയോളജി സർവേ ഓഫ് ഇന്ത്യ സംഘം എത്തി പരിശോധന നടത്തുകയാണ്. ചൂരൽമലയിൽ ഉൾപ്പെടെ പരിശോധന തുടരുകയാണ്. പ്രകമ്പനമുണ്ടായ സാഹചര്യത്തിലാണ് പരിശോധന. വയനാട്ടിലും കോഴിക്കോടും ഭൂമിക്കടിയിൽ നിന്ന് വലിയ മുഴക്കവും പ്രകമ്പനവും നേരിയ കുലുക്കവും അനുഭവപ്പെട്ടതായാണ് പ്രദേശവാസികൾ പറഞ്ഞത്. മലപ്പുറത്തും പാലക്കാടും സമാനമായ രീതിയിൽ ശബ്ദം കേട്ടതായി നാട്ടുകാർ പറയുന്നുണ്ട്. വയനാട്ടിലെ വൈത്തിരി, പൊഴുതന, വെങ്ങപ്പള്ളി, നെന്മേനി, അമ്പലവയൽ പഞ്ചായത്തുകളിലെ പ്രദേശങ്ങളും കോഴിക്കോട് ജില്ലയിലെ കുടരഞ്ഞി പ്രദേശത്തും രാവിലെ 10 മണിയോടെയാണ് സംഭവം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്.